വണക്കം. ഒക്ടോബർ 7 2023 ഒക്ടോബർ 7 2023 നമ്മുടെ കേരളത്തിലെ അടക്കം സുഡാപ്പികൾ കോരിത്തരിച്ച ഒരു ദിവസമായിരുന്നു. അന്നാണ് ഹമാസ് പോരാളികൾ എന്ന് ഇവർ പറയുന്ന ഹമാസ് തീവ്രവാദികൾ ഇസ്രായേലിലേക്ക് മിന്നൽ ആക്രമണം നടത്തിയത്. അക്ഷരാർത്ഥത്തിൽ ഇസ്രായേൽ ഞെട്ടിത്തരിച്ചു നിന്ന ഒരു ദിവസമായിരുന്നു അന്ന് എന്ന് പറയാതിരിക്കാൻ യാതൊരുവിധ നിർവാഹവുമില്ല. കാരണം ആ മിന്നൽ ആക്രമണത്തിൽ ഹമാസ് അയച്ച മിസൈലുകളിൽ പൊലിഞ്ഞത് 1200 ഇസ്രായേലി പൗരന്മാരായിരുന്നു. 200-ലേറെ പേർക്ക് പരിക്കേറ്റു. പോരാത്തതിന് ഇസ്രായേലിൻ്റെ പല ഭാഗങ്ങൾക്കും ക്ഷതമേൽക്കുകയും ചെയ്തു. ഇത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്നാൽ ലോകത്തിലുള്ള പൊളിറ്റിക്കൽ ഇസ്ലാം തലയിൽ പേറുന്ന ജനങ്ങൾ ഈ ഒരു ആക്രമണത്തെ വലിയ രീതിയിലുള്ള പോരാട്ടമായി വ്യാഖ്യാനിച്ചു. ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം കടന്നു കയറുന്ന അല്ലെങ്കിൽ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ അധിനിവേശത്തിനെതിരെയുള്ള വലിയ രീതിയിലുള്ള ശബ്ദമുയർത്തലായാണ് ഇതിനെ കണ്ടത്. പക്ഷേ ഒരു വലിയ കൊടുങ്കാറ്റിന് മുമ്പുള്ള ഒരു ശാന്തത മാത്രമായിരുന്നു, അല്ലെങ്കിൽ ഒരു സന്തോഷം മാത്രമായിരുന്നു ഇവരുടേത് എന്ന് കഴിഞ്ഞ ഒരു വർഷത്തെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകാനായിട്ട് സാധിക്കും. അതിനുശേഷം ഗാസ എന്ന് പറയുന്ന നഗരം പ്രേതഭൂമിയായി മാറുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. ഗാസ എന്ന് പറയുന്ന നഗരത്തിലെ 20 ലക്ഷത്തിലേറെ വരുന്ന ജനങ്ങൾ അനാഥരായി, അതായത് അവർ റെഫ്യൂജീസ് ആയിട്ട് മാറുന്ന കാഴ്ച നമുക്ക് കാണാനായിട്ട് സാധിച്ചു. 40,000-ലേറെ പേരെയാണ് ഇസ്രായേൽ അതിനുശേഷം കൊന്നൊടുക്കിയത് എന്നും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ 40,000-ലേറെ പേരെ ഇസ്രായേൽ കൊന്നൊടുക്കി. ഗാസ എന്ന് പറയുന്ന ആ ഒരു പ്രദേശത്തെ മുഴുവൻ തകർത്ത് തരിപ്പണമാക്കി. തങ്ങളെ ആക്രമിക്കുന്ന അല്ലെങ്കിൽ അതിന് ഫണ്ട് ചെയ്യുന്ന, അതിന് കൂട്ടുനിൽക്കുന്ന സകല ആൾക്കാരെയും ഇസ്രായേൽ വധിച്ചു. അങ്ങനെ ആ വധം ഒടുവിൽ ഹിസ്ബുള്ളയുടെ നേർക്ക് തിരിഞ്ഞു. അതിനുശേഷം ഇസ്രായേൽ ഇറാന്റെ പടിവാതിൽക്കൽ എത്തി നിൽക്കുകയാണ്. കാരണം ഇവർക്കെല്ലാവർക്കും ഫണ്ട് കൊടുക്കുന്നത് ഇറാനാണെന്ന് കൃത്യമായിട്ട് അറിയാം. കഴിഞ്ഞ ദിവസം ഇസ്രായേലിന്റെ ഒരു നീക്കം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ സിറിയയിൽ 100 ഇസ്രായേൽ വ്യോമാക്രമണം നടത്തിയിരിക്കുന്നത്. പല കാർ കമ്പനികളും ഇസ്രായേൽ തകർത്തതായിട്ട് നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നുണ്ട്. കാരണം ഇറാനിയൻ കാർ കമ്പനികളാണ് ഇത് എന്നുള്ളത് കൊണ്ടാണ്. ഇവിടെ നിന്നാണ് ലബനനിലേക്ക് ഹിസ്ബുള്ളയ്ക്ക് ഇറാൻ ആയുധം കടത്തുന്നത് കാർ കമ്പനിയുടെ മറവിൽ എന്നുള്ളത് കൊണ്ടാണ് കഴിഞ്ഞ ദിവസം സിറിയയിൽ 100 വ്യോമാക്രമണം നടത്തി ഇസ്രായേൽ അതൊക്കെ തകർത്ത് കളഞ്ഞത്. ലബനിലേക്ക് വരികയാണെങ്കിൽ ഇപ്പോൾ അവിടെയുള്ള മസ്ജിദുകൾ മുഴുവൻ തകർത്തുകൊണ്ടിരിക്കുകയാണ് ഇസ്രായേൽ. ജാഫയിലെ മസ്ജിദുകളെല്ലാം തകർത്തു കഴിഞ്ഞു. അതിനുശേഷം ബാക്കിയുള്ള മസ്ജിദുകൾ പിടിച്ചെടുക്കുകയാണ് എന്നാണ് ഇസ്രായേലിന്റെ വിദേശ സുരക്ഷാകാര്യ മന്ത്രിയായിട്ടുള്ള ബെൻ ഗുർ പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞത് ഈ മസ്ജിദിനകത്ത് ആയുധങ്ങൾ ശേഖരിച്ചു വച്ചിട്ടുണ്ട്. ആയുധങ്ങൾ അവിടെ ഇരിക്കുന്നത് കൊണ്ട് തന്നെ അവിടെ നിന്നുമാണ് റോക്കറ്റ് ലോഞ്ചറുകൾ വഴി ഞങ്ങൾക്ക് നേരെ അവർ ആക്രമണം നടത്തുന്നത്. അതുകൊണ്ട് അതെല്ലാം ഞങ്ങൾ തകർക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്ന് അതേ ഒക്ടോബർ 7 ഇസ്രായേൽ ഗാസയിലേക്ക് കടന്നു കയറിയ വാർഷികമാണ് ഇത് എന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ ഇസ്രായേലിന്റെ അധിനിവേശത്തിന്റെ വാർഷികമാണ് എന്ന് പറഞ്ഞ് ലോകമെമ്പാടുമുള്ള പാലസ്തീൻ അനുകൂലികൾ വലിയ രീതിയിലുള്ള പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തുന്ന ഒരു ദിവസമാണ് ഇന്ന് എന്നാണ് പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത്. എന്നാൽ ഇസ്രായേലിന് ഇത് ഇസ്രായേലിലെ 1200 പൗരന്മാരെ കൂട്ടക്കൊല ചെയ്ത ആ ഒരു ദിവസമാണ്. ലോകവ്യാപകമായിട്ടുള്ള സംഘർഷമാണ് ഇന്ന് അങ്ങിങ്ങ് ഉണ്ടായിരിക്കുന്നത് എന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പല സ്ഥലത്തും ഇസ്രായേൽ അനുകൂലികളും പാലസ്തീൻ അനുകൂലികളും തമ്മിൽ ഏറ്റുമുട്ടലുണ്ടായി എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. ഉദാഹരണത്തിന് ലണ്ടൻ, പാരീസ്, മനില, കേപ്പ് ടൗൺ, റോം, ന്യൂയോർക്ക് സിറ്റി എന്നിവിടങ്ങളിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധ പ്രകടനങ്ങൾ ഉണ്ടായി. ഇന്തോനേഷ്യയിൽ US എംബസിക്ക് നേരെ വലിയ രീതിയിലുള്ള പ്രതിഷേധ പ്രകടനവും കല്ലേറും ഉണ്ടായി. ലണ്ടനിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ പാലസ്തീൻ അനുകൂലികളും ഇസ്രായേൽ അനുകൂലികളും തമ്മിൽ സംഘർഷമുണ്ടായി. റോമിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ പാലസ്തീൻ അനുകൂലികൾക്ക് നേരെ കണ്ണീർ വാതകം പ്രയോഗിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. അവിടെ കണ്ണീർ വാതകം പ്രയോഗിക്കുക മാത്രമല്ല ചെയ്തത്, അതിനുശേഷം ഇനി മേലാൽ ഇങ്ങനെയുള്ള പ്രകടനങ്ങൾ ഒന്നും നടത്തരുത് എന്ന് പറയുന്നു. കേപ്പ് ടൗൺ, സൗത്ത് ആഫ്രിക്കയിലെ കേപ്പ് ടൗണിലേക്ക് വരികയാണെങ്കിൽ അവിടെ പാലസ്തീൻ അനുകൂലികൾ പ്രതിഷേധം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇസ്രായേൽ പതാക അവിടെ വേറൊരാൾ വീശുകയും അങ്ങനെ അത് വലിയ രീതിയിലുള്ള ഒരു സംഘർഷത്തിലേക്ക് പോവുകയും ചെയ്തിട്ടുണ്ട്. പാരീസിലേക്ക് വരികയാണെങ്കിൽ അവിടെ വലിയ രീതിയിലുള്ള പ്രതിഷേധവും പ്രകടനങ്ങളും ഉണ്ടായിട്ടുണ്ട്. ജർമ്മനിയിൽ പാലസ്തീൻ അനുകൂലികളും ഇസ്രായേൽ അനുകൂലികളും തമ്മിൽ ഏറ്റുമുട്ടി. പാകിസ്ഥാനിൽ പാലസ്തീൻ അനുകൂല പ്രതിഷേധം നടക്കുന്നുണ്ട്. ഇതെല്ലാം ലോകവ്യാപകമായി നടക്കുമ്പോഴും സംഘർഷങ്ങൾ അരങ്ങേറുമ്പോഴും ഇന്ത്യയിലും പാലസ്തീൻ അനുകൂല പ്രകടനങ്ങൾ നടത്താനുള്ള വലിയ രീതിയിലുള്ള നീക്കം നടത്തുന്നു എന്ന് ഇന്ത്യൻ ഇന്റലിജൻസിന് റിപ്പോർട്ട് കിട്ടുകയും ഇന്ത്യ ഒരു കലാപഭൂമിയാക്കി ഒക്ടോബർ 7 മാറ്റാനാണ് ഇവരുടെ ശ്രമമെന്ന് അറിയുകയും ചെയ്തതോടുകൂടി
കേന്ദ്ര ഏജൻസികൾ വിജിലൻ്റായി അതെല്ലാം തകർത്തു എന്ന റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അതായത് ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം ഒരു പാലസ്തീൻ കൊടി പോലും ഉയരാൻ സമ്മതിക്കില്ല എന്നുള്ള രീതിയിലാണ് നമ്മുടെ കേന്ദ്ര ഏജൻസികൾ പ്രവർത്തിക്കുന്നത്. അത് ഉയരുന്നുണ്ടെങ്കിൽ അത് കേരളത്തിലായിരിക്കും എന്നുള്ളത് വേറൊരു കാര്യം. പക്ഷേ കേരളത്തിലെ സുഡാപ്പികളും ഇപ്പോൾ ഭയന്നിരിക്കുകയാണ്. കാരണം കേന്ദ്ര ഏജൻസികൾ അത്ര ഭീകരമായിട്ടുള്ള നെറ്റ്വർക്കിലൂടെയാണ് ഇവരെ തകർക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. ഇനി പാലസ്തീൻ അനുകൂലമായിട്ട് പല സ്ഥലത്തും ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ നടക്കുമ്പോഴും ഇറാന് വലിയ രീതിയിലുള്ള തിരിച്ചടി ഇന്ന് കിട്ടും എന്നാണ് പല ആൾക്കാരും കണക്ക് കൂട്ടുന്നത്. ഇറാനും അത്തരത്തിലാണ് കണക്ക് കൂട്ടിയിരിക്കുന്നത്. എന്തായാലും ഈ ഒരു ദിവസം പല രാഷ്ട്രീയ നേതാക്കളും പ്രതികരിച്ചിട്ടുണ്ട്. അതിലൊരു പ്രതികരണം എന്ന് പറയുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടേതാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതികരണം വളരെ ന്യൂട്രൽ ആയിട്ടാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അദ്ദേഹം പറയുന്നത് ഇസ്രായേൽ പാലസ്തീൻ സംഘർഷം എന്ന് പറയുന്നത് ഒന്നിനും ഒരു പരിഹാരമല്ല, അത് നയതന്ത്രത്തിലൂടെ പരിഹരിക്കണം എന്നാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാക്കുകൾ എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വാക്കുകളാണ്. കാരണം നയതന്ത്രത്തിലൂടെ പരിഹരിക്കാൻ കഴിയാത്തതായിട്ട് ഒന്നുമില്ല എന്നുള്ളത് അദ്ദേഹത്തിന് കൃത്യമായിട്ട് അറിയാം. ഇനി ജോ ബൈഡൻ ഇതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് US പ്രസിഡന്റ് ആയിട്ടുള്ള ദ്വിരാഷ്ട്ര പരിഹാരം വേണം, ഇസ്രായേലിന് സുരക്ഷിതത്വം വേണം, പാലസ്തീനികൾക്കും സ്വന്തം രാഷ്ട്രം വേണം എന്നാണ് ജോ ബൈഡൻ പറഞ്ഞിരിക്കുന്നത്. പാലസ്തീൻ പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്നത് പാലസ്തീനും ഇസ്രായേലിനും 2 രാജ്യങ്ങളായി നിലനിർത്തണം എന്നാണ്. എന്നാൽ ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ പ്രതികരണം ഇങ്ങനെയാണ്: ഇസ്രായേലിനെ ഉന്മൂലനം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ശത്രുക്കളെയാണ് ഞങ്ങൾ നേരിടുന്നത്, അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ യുദ്ധത്തിൽ പൂർണ്ണ വിജയം നേടും എന്ന് ഞങ്ങൾക്ക് കൃത്യവും വ്യക്തവുമായിട്ടുള്ള ഉറപ്പുണ്ട്, ഞങ്ങൾ അടി തുടരുക തന്നെ ചെയ്യും എന്നാണ് ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞിരിക്കുന്നത്. ബെഞ്ചമിൻ നെതന്യാഹു ഒരു കാരണവശാലും പിന്നോട്ട് പോകാൻ തയ്യാറല്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പോരാത്തതിന് ലോകവ്യാപകമായിട്ടുള്ള സംഘർഷം പല ഭാഗത്തും നടക്കുമ്പോഴും ഇപ്പോൾ ഇസ്രായേൽ വലിയ രീതിയിലുള്ള തിരിച്ചടികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് വേറൊരു കാര്യം. അതായത് ഒരു സ്ഥലത്ത് സംഘർഷം നടന്നു കഴിഞ്ഞാൽ ഒരു ഇസ്രായേലി പൗരൻ്റെയെങ്കിലും ദേഹത്ത് ഒരു തരി മണ്ണ് വാരിയിടാനായിട്ടുള്ള ഒരു ശ്രമം നടന്നാൽ ഇസ്രായേൽ, നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, എപ്പോഴും ഇസ്രായേലിൻ്റെ തിരിച്ചടിയുടെ ആക്കം കൂട്ടുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇറാൻ ഇങ്ങോട്ടേക്ക് മെസ്സൈൽ അയച്ചപ്പോഴും ഇസ്രായേൽ ഇറാനെ ആദ്യം ആക്രമിക്കാത്തത്, ഇറാൻ ഇങ്ങോട്ടേക്ക് മെസ്സൈൽ അയക്കുന്നത്, അതായത് ഇസ്രായേലിലേക്ക് മെസ്സൈൽ അയക്കുന്നത് ഹിസ്ബുള്ളയ്ക്ക് വേണ്ടിയാണ് എന്ന് കൃത്യമായിട്ട് ഇസ്രായേലിന് അറിയാം. അതുകൊണ്ട് തന്നെ ഹിസ്ബുള്ളയെ ഉന്മൂലനം ചെയ്യണം എന്നുള്ള തങ്ങളുടെ പദ്ധതിയുടെ ആക്കം കൂട്ടുകയാണ് ആ സമയത്ത് ഇസ്രായേൽ ചെയ്തത്. അതുകൊണ്ട് തന്നെയാണ് ഇറാന്റെ മെസ്സൈൽ ഇസ്രായേലിലേക്ക് വന്ന് വീണപ്പോൾ ഇസ്രായേൽ ഹിസ്ബുള്ളയ്ക്ക് നേരെയുള്ള തിരിച്ചടി വലിയ രീതിയിൽ കൂട്ടിയതും അവിടെ പല സ്ഥലങ്ങളും പിടിച്ചെടുത്തതും 28 ഗ്രാമങ്ങൾ ഇസ്രായേലിന്റെ കയ്യിലാക്കിയതും ശേഷം അവിടെ നിന്ന് ലക്ഷക്കണക്കിന് ആൾക്കാരെ റെഫ്യൂജീസ് ആയിട്ട് ഒഴിഞ്ഞു പോകാനായിട്ട് പറഞ്ഞതും എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അങ്ങനെയാണ് ഇസ്രായേലിന്റെ പല തിരിച്ചടികളും മുന്നിലോട്ട് പൊക്കോണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞതുപോലെ സിറിയയിൽ ആക്രമണം ഉണ്ടായി, ഹൂത്തി വിമതരെ താഴെ നിന്ന് അമേരിക്ക ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇന്ത്യൻ പടക്കപ്പൽ ഇറാനിലെത്തിയിരിക്കുകയാണ്. ഏത് നിമിഷവും എന്തും സംഭവിക്കാവുന്ന രീതിയിൽ പശ്ചിമേഷ്യ കലാപകലുഷിതമായി കൊണ്ടിരിക്കുകയാണ്, യുദ്ധഭീതി ഒഴിയുന്നില്ല. അതിനിടയിൽ ഒക്ടോബർ 7-ാം തീയതി ഇന്ന് എന്തും സംഭവിക്കാവുന്ന രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. ഇറാൻ അടക്കം വലിയ ജാഗ്രതയിലാണ് തങ്ങളുടെ രാജ്യത്ത് പല കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇസ്രായേലും കനത്ത ജാഗ്രതയിൽ തന്നെയാണ് സ്വന്തം രാജ്യത്തിന്റെ അതിർത്തികൾ ഇപ്പോൾ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഇന്ത്യ ഇവിടെ ഒരു പാലസ്തീൻ പ്രതിഷേധം വേണ്ട എന്നുള്ള രീതിയിൽ കേന്ദ്ര ഏജൻസിയെ ചട്ടം കെട്ടി നിർത്തിയിട്ടുണ്ട്. എവിടെയെങ്കിലും ഒരെണ്ണം ഉയർന്നു കഴിഞ്ഞാൽ ഒരു ദാക്ഷിണ്യവും വേണ്ട, അടിച്ചമർത്തണം എന്നാണ് നമ്മുടെ നേതാക്കന്മാരുടെ ആഹ്വാനം. ശരി, കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.